നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. ദിനവും തൻ മഹിമകൾ ഘോഷിച്ചിടും. ഇരവേ തൻ കൃപകളെ ഓർത്തെന്നും ധ്യാനിച്ചിടും. ദിനവും തൻ മഹിമകൾ ഘോഷിച്ചിടും. തൻ വചനങ്ങള് എത്രയോ മധുരതരം, തൻ കരുണയത് എത്രയോ ബഹുലമഹോ. തൻ വചനങ്ങള് എത്രയോ മധുരതരം, തൻ കരുണയത് എത്രയോ ബഹുലമഹോ. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. കഴിഞ്ഞ 123 വർഷങ്ങളിലായി പമ്പയുടെ ഈ മണൽപ്പരപ്പിൽ മാർത്തോമാ സഭയുടെ ആഭിമുഖ്യത്തിൽ മാരാവൺ കൺവെൻഷൻ നടന്നു വരികയാകുന്നുവല്ലോ. മാരാവൺ കൺവെൻഷനിലൂടെ അനുഗ്രഹീതമായിട്ടുള്ള തിരുവചനം ഘോഷിക്കപ്പെടുന്നു. അനുഗ്രഹീതരായിട്ടുള്ള ദൈവദാസർ ഈ നാളുകളിൽ ഈ മാരാവൺ കൺവെൻഷനിൽ വന്ന് സംബന്ധിച്ച് ദൈവവചനത്തെ കാലോചിതമായി വ്യാഖ്യാനം ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മാരാവൺ കൺവെൻഷൻ എല്ലാവിധത്തിലും ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജാതി മതഭേദമന്യേ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരികയും ഈ ദേശത്തിന് പരസ്പരം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വചന കേൾവിയവർക്ക് മുഖാന്തരമായി തീരുകയും ചെയ്യുന്നു. മാരാവൺ കൺവെൻഷൻ തുടർന്നും എല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, വന്യ വൈദികരെ, വിശ്വാസ സമൂഹമേ, ഏവർക്കും വന്ദനം പറഞ്ഞു കൊള്ളട്ടെ. ഈ കൺവെൻഷൻ ആരംഭിച്ച കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പരിസ്ഥിതിയും അന്തരീക്ഷവുമല്ല ഇന്ന് ഈ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഈ കൺവെൻഷൻ ആരംഭിച്ചത് ആറന്മുള ക്ഷേത്രത്തിന് സമീപത്തുള്ള സുന്ദരമായ ഒരു മണൽപ്പുറത്തായിരുന്നു. ആ മണൽപ്പുറം ഇന്ന് ഇല്ല.
എന്നാൽ സഹോദര സ്നേഹത്തോടുകൂടിയും ഒരുമയോടുകൂടിയും കൺവെൻഷൻ അവിടെ നടന്നിരുന്നു. സംബന്ധിക്കുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാക്കണമായിരുന്നു. അതുകൊണ്ട് പിന്നീട് സഹോദര സമുദായങ്ങളുടെ പിന്തുണയോടുകൂടി ഈ കൺവെൻഷൻ ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കത്ര ചെയ്തത്. സുന്ദരമായ ഒരു മണൽപ്പുറമായിരുന്നു, വിസ്തൃതമായ ഒരു മണൽപ്പുറമായിരുന്നു. അതിൻ്റെ വലിപ്പം നഷ്ടപ്പെടാതെ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ഈ മണപ്പുറത്ത് നിന്ന് മണൽ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ പുൽത്തകിടിയായിട്ട് ഈ മണൽപ്പുറം ദൈവം രൂപപ്പെടുത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇരുന്നുവെങ്കിൽ ഇതിനേക്കാളും വലിയൊരു മണൽപ്പുറമായിരുന്നു ഇതിന് താഴെയുള്ള സ്ഥലത്തുണ്ടായിരുന്നത്. നാറാണത്ത് മണൽപ്പുറം എന്ന് പറയും. ഇതിനേക്കാൾ ഉയരവും വിസ്തൃതവുമായിരുന്നു. ഇതിനേക്കാൾ വിസ്തൃതമായ ഒരു മണൽപ്പുറം പാലത്തിന് കിഴക്കുവശത്തുണ്ടായിരുന്നു, വടക്കുവശത്തുണ്ടായിരുന്നു. കീഴ്കര മണൽപ്പുറം. ഇന്ന് അത് രണ്ടും അപ്രത്യക്ഷമായി. ശുദ്ധജലം അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരുന്നതായി നദിയിൽ വർഷകാലത്ത് പോലും കുളിക്കുവാൻ പ്രയാസമുള്ള വിധം വെള്ളം മലീമസമായിരിക്കുകയാണ്. ജൈവമാലിന്യങ്ങൾ നദിയിലേക്ക് എറിയുന്നതിന് ഒരു വിവരവുമില്ലാത്ത വിധത്തിൽ നാം പരിശ്രമിക്കുന്നു. അതുകൊണ്ട് മാരകമായിരിക്കുന്നതായ അണുക്കൾ ഈ വെള്ളത്തിൽ ഇന്ന് കൂടുതലായിട്ട് ഉണ്ട്. മുമ്പായിരുന്നതിൽ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം പോലെ തന്നെ കുടിക്കാൻ കൊള്ളാമായിരുന്ന ജലമായിരുന്നു. ഇന്ന് മനുഷ്യൻ മൂലം പരിസ്ഥിതി വികലമായിരിക്കും. മാനവികതയിൽ മാത്രമല്ല വികലതയുണ്ടായത്, പരിസ്ഥിതിയിലും വികലതയുണ്ടായിരിക്കും. ഇതിൽ നിന്നുള്ള ഒരു വിമോചനമാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ആധ്യാത്മിക ചിന്തകളിലൂടെ ധന്യത പ്രാപിക്കുന്നതിനുള്ളതായ നട്ടോട്ടം പോലെ തന്നെ പരിസ്ഥിതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു നട്ടോട്ടം ഓടുവാൻ വിശ്വാസ സമൂഹം ബാധ്യസ്ഥമാണ്, കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ടൊരു വിശ്വാസ വിഷയമായി തന്നെ പരിസ്ഥിതി സംരക്ഷണം, ഇത് ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ല, മറ്റുള്ളവരുടെ കാര്യമല്ല, എൻ്റെ കാര്യമാകുന്നു. എന്നെ ദൈവം സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചത്തിലാക്കി, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ തക്കതായുള്ള എല്ലാ സംവിധാനങ്ങളും അവനുണ്ടാക്കി തന്നു. ആ സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നതായ ദൈവം ഈ പ്രകൃതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, പ്രകൃതിയെയും സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന പ്രകൃതിയെ വികലമാക്കുവാൻ നമുക്ക് അവകാശമില്ല. ആകയാൽ സർവ സൃഷ്ടിയോടും യഹോവയ്ക്ക് കരുണ തോന്നുന്നു. അതാകുന്നു ഇന്നത്തെ അവസ്ഥ. ഇതിൽ നിന്ന് വിമുക്തി നേടുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൈവകൃപ എന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, You know the grace of our Lord Jesus Christ. Though he was rich, he became poor for your sake, so that you may become rich through his poverty. അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായിത്തീർന്നു. യേശുക്രിസ്തുവിൻ്റെ സമ്പന്നത എന്നാ? തിരുവചനത്തിൽ നോക്കിയാൽ കാണുന്ന ഇതാണ്. ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, മനുഷ്യപുത്രൻ്റെ തലചായ്പാൻ ഇടമില്ല. അവൻ ജനിച്ചപ്പോൾ ജനിക്കാൻ ഒരു ഇടമില്ലായിരുന്നു. അവനെ കയ്യിലെടുത്ത മാതാവ് കിടത്താൻ നോക്കിയപ്പോൾ അതിനും ഒരു ഇടമില്ലായിരുന്നു. എങ്കിലും ഒരു കാര്യം വിസ്മരിക്കരുത്,
പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ നാം പ്രത്യേകിച്ച് ഓർക്കണം. ശീലകളിൽ പൊതിയപ്പെട്ട ശിശുവിനെയാണ് മാനവികത തളം കെട്ട് നിൽക്കാത്ത സ്ഥാനത്ത് കിടത്തിയതെന്ന് ഓർക്കണം. മനുഷ്യ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ ജനിക്കുമ്പോൾ ഇത്രയും ബലഹീനമായിരിക്കുന്ന ഒരു ഓഫ്സ്പ്രിങ് അല്ലെങ്കിൽ ഒരു പൈതൽ ജീവജാലങ്ങളിൽ ഒരിടത്തും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. മൈലുകൾ താണ്ടി വന്ന് കടൽ തീരത്ത് കയറി മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ആമ കടലിലേക്ക് നീന്തിപ്പോകുന്നു. എന്നാൽ പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ ആമക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കടലിലേക്ക് ചാടുന്നത് അല്ല, കരയിലേക്ക് പോകുന്നില്ല. ദൈവം അതിന് കൊടുത്തിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന ദർശനത്തിനനുസരിച്ച് അത് കടലിലേക്ക് ചാടുന്നു. നമ്മുടെ മുൻകാലങ്ങളിൽ നമുക്കൊരു ഭാഗ്യമുണ്ടായിരുന്നു. വീടുകളിലൊക്കെ കോഴിയെ അടവെച്ച് കുഞ്ഞുങ്ങളെ വളർത്തുമായിരുന്നു. ഈ കുംഭമാസമാവുമ്പോൾ കർക്കിടക മാസത്ത് സൂപ്പ് കുടിക്കാനാണ് വല്യപ്പന്മാർ അതിനുവേണ്ടി വളർത്തുന്നത്. എന്നാൽ ആ മുട്ട അടുക്കി വെച്ചിട്ട് ഒരു കോഴി അടയിരിക്കും. 21 ദിവസമാകുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തിന്? ആ മുട്ടയ്ക്കകത്തിരിക്കുന്ന കുഞ്ഞ് സ്വയം തന്നെ ചുണ്ടുകൊണ്ട് ആ മുട്ടയുടെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവിടെ ആരും ശീലകൊണ്ട് പൊതിയേണ്ട കാര്യമൊന്നുമില്ല. പുറത്തിറങ്ങി നിന്നിട്ട് നേരെ ആകപ്പാടെ ശരീരത്തിനും അതിൻ്റെ ചിറകിനും കാലിനുമൊക്കെ ബലം ലഭിക്കത്തക്കോണം ഒന്ന് കുടഞ്ഞതിന് ശേഷം പോകുന്നത് എവിടെ അതിന് തീറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായി മനസ്സിലാക്കിക്കൊണ്ടാകുന്നു പോകുന്നത്. എല്ലാ ജന്തുക്കളും അതുപോലെ തന്നെ പറവകളും ജലത്തിലെ മത്സ്യങ്ങളുമാകുന്ന വരികിൽ ഇങ്ങനെ ജനിക്കുന്ന ഉടനെ ഒരാഭരണം നൽകി സംരക്ഷിക്കേണ്ടതായ വിധത്തിൽ ഒരു ജീവജാലവുമില്ല. പക്ഷെ മനുഷ്യൻ വിചാരിക്കുന്ന എല്ലാത്തിനേക്കാളും ഉയർവിയായ ഞാനാണെന്ന് പറയുന്നു. പക്ഷെ നീ ജനിച്ചതെങ്ങനെ? നിനക്ക് ജനിക്കാൻ ഇടമില്ലാത്ത ഇടത്ത്, നിനക്ക് ഇല്ലാത്ത മാനവികത നിലനിൽക്കാത്ത ഇടത്താണ് നീ ജനിച്ചതെന്ന് ഓർക്കണം. പക്ഷെ ദൈവകൃപയാൽ നീ പുതിയപ്പെട്ടിരുന്നു. നീ കിടത്തപ്പെട്ടതങ്ങനെയുള്ളതായിരുന്നു, ദൈവകൃപയാൽ നീ പുതിയപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ നിന്ന് നീ മാനവികത തളം കെട്ടുന്നതാണ്. അവരാന്തരീക്ഷത്തിലേക്ക് കടന്നു ചെന്നു. അവിടെയാണ് കിഴക്കുന്നുള്ള വിദ്വാൻമാർ വന്ന് പുതിയ മാനവീയതയ്ക്ക് ആദരവുകൾ അർപ്പിച്ചത് നാം പ്രത്യേകിച്ച് ഓർക്കണം. ആ യേശു ക്രിസ്തുവിലത്രേ ദൈവം സ്വയം തന്നെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്നതായ നാം നമ്മുടെ സങ്കല്പങ്ങൾ ഉളവാക്കിയതായ ദൈവത്തെ അല്ല, ദൈവം സ്വയം വെളിപ്പെടുത്തിയതായുള്ള ദൈവത്തെ അവൻ്റെ പുത്രനിൽ കൂടെ നാം കണ്ടു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞതിനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു, അവൻ്റെ വാക്കുകൾ കേട്ടു, ഞങ്ങളുടെ കൈ തൊട്ടു. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ ചെവി കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. അതാണ് യാഥാർത്ഥ്യത. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടെ നാം ഓർക്കേണ്ടതാണ്. ബംഗാളി ഹൈന്ദവ തത്വചിന്തകനായിരുന്ന കേശബ് ചന്ദ്ര സെൻ പറഞ്ഞു, ലുക്ക് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ് ഓഫ് നാസറത്ത്, യു ക്യാൻ സീ ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗാഡ്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക, നിനക്ക് ദൈവത്തിൻ്റെ മനുഷ്യമുഖം കാണുവാനായിട്ട് കഴിയും. ആ പറച്ചിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മളെക്കാളും കൂടുതൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ ഏത് തോട്ടത്തിൽ തന്നെ വികലമായി മാനവികതയെ വികലമാക്കി, തന്മൂലം പ്രകൃതിയും വികലമായി എന്നുള്ളത് അത്രേ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വികലമായിരിക്കുന്ന ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ആ വികലത എത്രത്തോളം പറ്റി? മദ്യപിച്ച് വീട്ടിൽ വരുന്നതായ പിതാവ് തൻ്റെ ഭാര്യ ഏതെന്ന് മകൾ ഏതെന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തനമല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്.
അതിനെത്രയോ ഉദാഹരണങ്ങൾ. അതുപോലെ തന്നെ മക്കളെ തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായമായവർ, മൃഗങ്ങളിലും പക്ഷികളിലും പോലും ഇല്ലാത്തതായുള്ള വികലതയല്ലേ ഈ കുഞ്ഞുങ്ങളോടുള്ളതായുള്ള സമീപനങ്ങളിൽ ഇന്ന് മനുഷ്യത്വമുണ്ടെന്ന് അവകാശപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരിലുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. ഇത്രയും വികലമായിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ മനുഷ്യമുഖം ഒന്ന് കാണും, ദൈവമുഖം ഒന്ന് കാണേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഛായ ഒന്ന് കാണേണ്ടത് ഇതിൻ്റെ ആവശ്യമാണ്. അതെങ്ങനെ സാധിക്കും? അതിനകത്തത്രേ കർത്താവ് ലോകത്തിലേക്ക് വന്ന് ഈ വികലമായ മാനവികതയുടെ മധ്യത്തിൽ ജീവിച്ച് ദൈവം പൂർണ്ണ മാനവികതയ്ക്കുള്ള വഴി കാട്ടി തന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് എന്തിനാ? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനായിട്ട് ഞാൻ വന്നു. ദൈവം നമ്മുടെ മൂക്കിൽ ഊതിയ ആ ദൈവീക ജീവശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു. അത് നാം പ്രത്യേകിച്ചു ആ ജീവശ്വാസം നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഞാൻ വന്നു. 3-ാം നൂറ്റാണ്ടിൽ കൂടിയതായ ആദ്യത്തെ നിക്കിയ സുന്നഹദോസിൽ നേതൃത്വം വഹിച്ചതായ അലക്സാൻഡ്രിയയിലെ മാർ അത്താനാസ്യൂസ് എന്ന സഭാപിതാവ് പറഞ്ഞു, ദൈവം മനുഷ്യനായി തീർന്നു. എന്തിനു വേണ്ടി? മനുഷ്യൻ ദൈവീകനാകുവാൻ. മനുഷ്യൻ ദൈവമാകാനായിട്ടല്ല. ഇന്ന് മനുഷ്യ ദൈവങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവികനാകുവാൻ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഛായയിലാകുവാൻ. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്നതെന്ന് മാർ അത്താനാസ്യൂസ് പറഞ്ഞു, സഭാപിതാക്കന്മാർ പറഞ്ഞു. പിൽക്കാലങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാവുന്നെന്ന് വരികിൽ ഈ മാനവികതയുടെ പുനരാവിഷ്കരണം നമ്മൾ ഉണ്ടാകുവാൻ മാർഗമെന്ത്? അവിടെ പറഞ്ഞ് ഞാൻ ചുരുക്കട്ടെ. ക്രൂശിൽ കിടക്കുന്നതായുള്ള സമയത്ത് പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ സകലവും നിവൃത്തിയായി എൻ്റെ ആത്മാവിനെ തിരുസന്നിധിയിൽ നിൻ്റെ കരയിലേക്ക് ഏൽപ്പിക്കുന്നുവെന്ന് പറയുന്ന നാഴികയ്ക്ക് മുമ്പുണ്ടായ 2 സംഭവങ്ങളാണ്. ഒന്ന്, സകല പുരുഷന്മാരും ഓടിപ്പോയി യേശുവിനെ ക്രൂശിച്ചപ്പോൾ. നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ പോകില്ലെന്ന് പറഞ്ഞവനെ ആ പൊടി പോലും അവിടെ ഒന്നും കാണാനില്ല. നിന്നെ ഞാൻ എന്തു വന്നാലും തള്ളിപ്പറയുമെന്ന് പറഞ്ഞവനെ അവൻ പുറത്ത് കരഞ്ഞേച്ച് അങ്ങ് പോവുകയും ചെയ്തു. ശാരീരികമായുള്ള വേദനകളെക്കാൾ കൂടുതൽ ഈ ശിഷ്യന്മാർ തന്നെ ഉപേക്ഷിച്ചു പോയ വേദനയാണ് കർത്താവിന് ആ സമയത്ത് കൂടുതൽ മനസ്സിലുണ്ടായിരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? 22-ാം സങ്കീർത്തനം തൻ്റെ ഓർമ്മയിൽ നിന്ന് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ധ്യാനിച്ചു. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ചത്തെ 3-ാമത്തെ ശുശ്രൂഷ സമയത്ത് ക്രൂശിൽ കർത്താവ് കിടക്കുന്ന സമയത്തെ ധ്യാനമായിട്ട് നമ്മൾ വായിക്കുന്നത് 22-ാം സങ്കീർത്തനമാണ്. എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യത മറ്റൊരു വിധത്തിൽ, തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. അതേ, ആ കർത്താവിൻ്റെ മുഖം ദൈവം തൻ്റെ പ്രതിച്ഛായയിൽ നിർമ്മിച്ച മനുഷ്യൻ്റെ മുഖമായിരുന്നു. നാം പ്രത്യേകിച്ച് ഓർക്കണം. ശനിയാഴ്ചത്തെ അനുഭവമാണ് 23-ാം സങ്കീർത്തനത്തിൽ നാം ദർശിക്കുന്നത്, നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 3-ാം ദിവസം ഉയർപ്പിൻ്റെ അനുഭവമാണ് 24-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. ഈ വിധത്തിൽ നമ്മളോട് കഴിഞ്ഞ ഒരു കൺവെൻഷനെ സംബന്ധിച്ചായ ഡോക്ടർ സ്വീറ്റിൻ്റെ ആ പ്രസംഗം ഇന്ന് പലരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നുവെന്നാണ് എൻ്റെ വിചാരം. തൻ്റെ വ്യഥയുടെ മധ്യത്തിൽ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചപ്പോൾ അവൻ മുറുകെ പിടിച്ചത് ദൈവകരങ്ങളിലായിരുന്നു, പിതാവിൻ്റെ കരങ്ങളിലായിരുന്നു എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം.
അതുകൊണ്ട് മനുഷ്യൻ മാനവികതയിലേക്ക് പൂർണ്ണതയിലേക്ക് മടങ്ങണമെന്ന് വരികിൽ ആ ദൈവകരങ്ങളിൽ നമ്മുടെ കരങ്ങൾ നീട്ടി ആ ദൈവകരങ്ങളിൽ നാം മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ അനുദപിച്ച് നാം ഏറ്റുപറയേണ്ടതാണ്. അതത്രേ അവിടെ നടന്നാൽ ഒരു സംഭവം. ഒന്ന്, താൻ തൻ്റെ ആത്മാവിനെ പിതൃങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ തൻ്റെ മാതാവിനെക്കുറിച്ച് താൻ ഓർക്കുന്നു. നമ്മെ നാം ആക്കി തീർത്തതായുള്ള മാതാപിതാക്കളെക്കുറിച്ചുള്ള കടപ്പാട് എത്രമാത്രം ഉണ്ട് നമുക്ക് ഇന്നത്തെ മാനവികതയ്ക്കുണ്ട്. പുതിയ മാനവികതയാകുന്നു വരികിൽ മാതാപിതാക്കളെ തങ്ങളാക്കി തീർത്തതായുള്ള മാതാപിതാക്കളുള്ള കടപ്പാട് ഒരിക്കലും മറക്കുകയില്ല. ഓടിപ്പോകാതെ ആ മാതാവ് അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം പോയി. ആ മാതാവിനെ അടുത്തേക്ക് വിളിച്ചു ആശ്വസിപ്പിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. എന്താണ്? തൻ്റെ സഹോദരി മാതൃസഹോദരി പുത്രനായിരിക്കുന്ന യൗവനക്കാരനായ യോഹന്നാൻ ഓടിപ്പോകാതെ അവിടെ നിന്നിരുന്നു. ആ മകനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. മകനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ മരണനാഴികയിൽ പോലും മാതാപിതാക്കളെക്കുറിച്ചുള്ളതായ ചിന്തയും വിചാരവും കടപ്പാടും വിസ്മരിക്കാതിരിക്കുന്നതാണ് മാനവികതയുടെ ഒരു ലക്ഷണം. ആ ഒരു രൂപാന്തരം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമതായിട്ട് അത് കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താ? അതുകൂടെ പറയട്ടെ. തന്നോടുകൂടെ ക്രൂശിതനായ കള്ളൻ അനുദപിച്ചേറ്റു പറഞ്ഞു, തിരുത്തലിന് വിധേയനാകുന്നു എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലിരിക്കും. ആ പർദീസ എന്ന് പറയുന്നത് എന്ത്? ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനെ ആക്കിയിരുന്നതായ ഇടം പർദീസ. ആ പർദീസായാണ് അവൻ നഷ്ടപ്പെടുത്തിയത്. നീ അതുകൊണ്ട് ഇന്ന് നീ അനുദപിച്ചവൻ, നീ ഏറ്റുപറഞ്ഞവൻ, തിരുത്തലിന് വിധേയനാകുവാൻ സമ്മതിച്ചവൻ, ഞാൻ മാനവികതയുടെ പൂർണ്ണതയിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു. നീ ഇന്ന് എന്നോടുകൂടി ആ മാനവികതയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരും. ഇതാണ് കർത്താവ് പറഞ്ഞതെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകി തന്ന മാർഗമെന്ത്? അനുദപിക്കുക, ഏറ്റുപറയുക, തിരുത്തലിന് വിധേയനാകുവാനായി സന്നദ്ധരാകുക. നമ്മുടെ പരിസ്ഥിതിയോടുള്ളതായുള്ള നമ്മുടെ കടപ്പാട് വികലമാക്കാതെ, നാം വികലമാക്കുന്ന പരിസ്ഥിതിയെക്കുറിച്ച് വികലമാക്കിയതിനെക്കുറിച്ച് അനുദപിച്ച് മാതാപിതാക്കളോടുള്ള കടപ്പാട് നമ്മൾ വിസ്മരിച്ചത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് തിരുത്തലിന് വിധേയനാകുവാൻ സന്നദ്ധരാകുമ്പോൾ കർത്താവ് പറയും, പർദീസായുടെ അവകാശിയെ വരിക, പർദീസായുടെ അവകാശിയെ വരിക. ആ വലിയ വിളി കേൾക്കുവാൻ തക്കവണ്ണം ഈ വർഷത്തെ വചനഘോഷണം മനസ്സാന്തരമല്ല വേണ്ടത്, രൂപാന്തരത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ആഹ്വാനമായി, ഒരു ജ്വാലയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് വലിയ ഒരു അത്ഭുതമാണ്. അനേക ജനങ്ങൾ, അനേകർ വന്ന് സംഗമിക്കുന്നതായ വലിയൊരു മഹാസംഗമമാണ് ഈ മാരാമൺ കൺവെൻഷൻ. ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഒരു വലിയ ഒരു വരദാനമാണ്, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇത്ര അടുക്കോടും ചിട്ടയോടും കൂടി നടത്തപ്പെടുവാനായിട്ട് സാധിക്കുക എന്നുള്ളത്. മാരാമൺ കൺവെൻഷനിൽ എന്നെ എപ്പോഴും ആകർഷിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. അനേകർ രോഗസൗഖ്യത്തിൽ നേടുന്നതായ അനുഭവങ്ങളെ ഈ മാരാമൺ കൺവെൻഷനിൽ കാണുവാനായിട്ട് സാധിക്കും. ഓരോ വർഷവും മാരാമൺ കൺവെൻഷനിൽ പ്രാർത്ഥന ആവശ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം നേടിയതിന് സ്തോത്രം പറയുന്നതായ അനേക അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വചനം പഠിക്കുവാനായിട്ട്, ഒരു വചനം എപ്രകാരം ആയിരിക്കുവാൻ, ജീവിതങ്ങളെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലായിത്തീരുവാൻ, വചനത്തിൻ്റെ ആഴങ്ങളെ തേടുവാൻ നമ്മുടെ ഇവിടുത്തെ ഈ മാരാമൺ കൺവെൻഷൻ മൂലം സാധിച്ചിട്ടുണ്ട്. വചനം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അനേക ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടുന്നതായ സ്ഥലങ്ങളാകുന്നു. മിക്കവാറും വ്യക്തികളൊക്കെ വർഷത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടുന്നതായ ഒരു സംഗമ സ്ഥലം കൂടിയാണ് ഈ മാരാമൺ കൺവെൻഷൻ. ധാരാളമായിട്ടുള്ള
മീറ്റിങ്ങുകളൊക്കെ ഇവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ പുനഃസൃഷ്ടിക്കുവാനും ബന്ധങ്ങളൊക്കെ ആയിത്തീരുവാനും അനേകരുടെ ജീവിതങ്ങളെ തമ്മിൽ യോജിപ്പിക്കുവാനുമായിട്ടുള്ള അനുഭവങ്ങൾ ഈ മാരാമൺ കൺവെൻഷനിലൂടെ അത് സാധ്യമായി തീർന്നു. ഈ മാരാമൺ കൺവെൻഷൻ നമുക്കെല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിൻ്റെയും ദൈവകൃപയുടെയും അനുഭവമായി തീരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സുവിശേഷ വേലയെക്കുറിച്ചുള്ള ദർശനം അനേകർക്ക് ഇതിലൂടെ ലഭ്യമാകുന്നു. അവരുടെ ചിത്രങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം ഈ ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ വേലയെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ കാണുവാൻ സാധിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന തമിഴ്നാടിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ മാരാമൺ കൺവെൻഷനിലൂടെ അനേകരുടെ സഹായം, അനേകരെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനും അത് സാധിക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ അനുഭവമാണ്. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ.